സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂട ക്രൂരത അത് നടത്തിയത് പശ്ചിമ ബംഗാളിലെ CPM സർക്കാർ. ഇടതുപക്ഷ സർക്കാരിന്റെ കൈകളാൽ അവരുടെ സ്വപ്നങ്ങൾ രക്തത്തിൽ മുങ്ങി ഒടുങ്ങുകയായിരുന്നു. വലിയ വാഗ്ദാന പെരുമഴയിലൂടെ ആ പാവങ്ങളെ കൂടെ നിർത്തിയ ശേഷം അവരെ അനധികൃത കുടിയേറ്റക്കാർ എന്ന് മുദ്രകുത്തി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മറവിൽ ക്രൂരമായി നടത്തിയ കൂട്ടക്കൊല. CPM കോൺഗ്രസ് പാർട്ടികൾ അന്ന് ചെയ്തത് അതിദാരുണമായ കാര്യങ്ങളായിരുന്നു. ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കുടുംബമായി ജീവിതത്തിലെ പുതിയ സ്വപ്നങ്ങളുമായി അവരെത്തി. പക്ഷേ ഈ യാത്രയുടെ അവസാനം അവരെ കാത്തിരിക്കുന്നത് ഒരു കൊടിയ വഞ്ചനയുടെ കരാള ഹസ്തങ്ങളായിരുന്നുവെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. പാർട്ടി ഗുണ്ടകൾ കുഴൽക്കിണറുകളിൽ വിഷം ചേർത്തു. ദാഹിച്ച് വെള്ളം കുടിക്കുന്നവർ വേദനയോടെ പിടഞ്ഞു മരിച്ചു. ഈ ഭീതിദായക കഥ തൊഴിലാളി സ്നേഹവും മനുഷ്യത്വവും പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ യഥാർത്ഥ ക്രൂരതയും സ്വേച്ഛാധിപത്യ പ്രവണതയും ഭയരാഹിത്യവും ഒക്കെ നമുക്ക് മുന്നിൽ വരച്ചു വെക്കുന്നുണ്ട്. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കൂട്ടക്കൊലയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 10,000-ഓളം വരുന്ന പൗരന്മാരെ നമ്മുടെ ഒരു സംസ്ഥാന സർക്കാർ കൂട്ടക്കൊല ചെയ്ത കഥയിലേക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂട ക്രൂരത അത് നടത്തിയത് പശ്ചിമ ബംഗാളിലെ CPM സർക്കാർ. നിങ്ങൾ ആലോചിക്കുന്ന ഒരു പക്ഷേ നന്ദിഗ്രാം, സിംഗൂർ ഒക്കെ ആയിരിക്കും. അതെല്ലാം നമ്മൾക്കറിയാവുന്ന CPM ക്രൂരതകളാണ്. ഇന്ന് പറയാനുള്ളത് പക്ഷേ നമ്മൾ അറിയാതെ പോയ, നമ്മുടെ ചരിത്രത്തിൽ നിന്ന് പോലും തമസ്കരിക്കപ്പെട്ട ഒരു കറുത്ത അധ്യായത്തെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ എന്താണ് കമ്മ്യൂണിസം എന്നും എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്ത് ചെയ്യുന്നതെന്നും എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ അവഗണിക്കപ്പെട്ട, തമസ്കരിക്കപ്പെട്ട കഥയിലേക്കൊന്ന് പോയി വരാം. ബംഗാളിലെ സുന്ദർബാൻസിന്റെ ഇരുണ്ട കണ്ടൽക്കാടുകളിൽ നദികളുടെ ചുരുളുകളും ഉപ്പുരസമുള്ള കാറ്റും നിറഞ്ഞ ഒരു ദ്വീപ്, അതാണ് മരിച്ചാഭി. നമ്മളിപ്പോൾ പോകുന്നത് ആ ദ്വീപിന്റെ അരനൂറ്റാണ്ട് മുമ്പുള്ള കഥയിലേക്ക്. ചോരച്ചാലുകളും ആർത്തനാദങ്ങളും ധീനരോദനങ്ങളും ഒരുപോലെ ഒഴുകിയിറങ്ങിയ ഒരു നരവേട്ടയുടെ കഥയിലേക്ക്. ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിലെത്തിയോ അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ വംശീയ ഉന്മൂലനങ്ങളുടെ ഇന്ത്യൻ പതിപ്പിലേക്ക്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ചെറിയ ക്ലാസ്സുകളിൽ പോലും ഗുജറാത്ത് കലാപവും സിഖ് കലാപവും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ ആഴമേറിയിട്ടുള്ള അക്കാദമിക ചർച്ചകളിൽ പോലും പരാമർശിക്കാതെ പോയ ആ ഭീതിതമായ ഭരണകൂട നായാട്ടിന്റെ ചരിത്രത്തിലേക്ക്. 979 ഈ ദ്വീപ് ഒരു സ്വപ്നഭൂമിയായിരുന്നു. ആയിരക്കണക്കിന് ദലിത് അഭയാർത്ഥികൾ തങ്ങളുടെ മാതൃഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയോടെ ഇവിടേക്ക് എത്തി. പക്ഷേ ഇടതുപക്ഷ സർക്കാരിന്റെ കൈകളാൽ അവരുടെ സ്വപ്നങ്ങൾ രക്തത്തിൽ മുങ്ങി ഒടുങ്ങുകയായിരുന്നു. ആ കഥ ഉദ്യോഗജനകമായ ഒരു യാത്രയിലൂടെയാണ്. വാഗ്ദാനങ്ങളുടെ മധുരത്തിൽ തുടങ്ങി വഞ്ചനയുടെയും ക്രൂരതയുടെയും ഭീതിയിൽ അവസാനിക്കുന്ന കഥ. ഇടതുമുന്നണി സർക്കാർ ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ ഈ ദളിതരെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു. വലിയ വാഗ്ദാന പെരുമഴയിലൂടെ ആ പാവങ്ങളെ കൂടെ നിർത്തിയ ശേഷം അവരെ അനധികൃത കുടിയേറ്റക്കാർ എന്ന് മുദ്രകുത്തി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മറവിൽ ക്രൂരമായി നടത്തിയ കൂട്ടക്കൊല. അതെ, ഇതൊരു രാഷ്ട്രീയ വഞ്ചനയുടെ കൂടി കഥയാണ്. CPMന്റെ ജാതി രാഷ്ട്രീയത്തിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും ക്രൂരമായിട്ടുള്ള മറ്റൊരു മുഖം. നമുക്ക് ഈ കഥയെ പല ഘട്ടങ്ങളായി തിരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ, മനസ്സിലാക്കുവാൻ. ഓരോ ഘട്ടവും നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. ആദ്യം ഇതിന്റെ പശ്ചാത്തലം നോക്കാം. വിഭജനത്തിന്റെ നൊമ്പരവും അഭയാർത്ഥികളുടെ യാതനയും. 947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. ലക്ഷക്കണക്കിന് ഹിന്ദു ബംഗാളികളെ, പ്രത്യേകിച്ച് ദളിത് നാമശൂദ്ര സമുദായത്തിലുള്ളവരെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ പലായനം ചെയ്യിച്ചു. അവരുടെ വീടുകൾ തീവച്ചു, സ്ത്രീകളെ ആക്രമിച്ചു, കുട്ടികളെ കൊന്നു. ഒരു ഭീതിദായകമായ പലായനം. അവസാനം പടിഞ്ഞാറൻ ബംഗാളിലേക്ക് ഒഴുകിയെത്തിയവർ പക്ഷേ സമ്പന്നമായ കൃഷിയോഗ്യമായ ഭൂമികളിൽ സ്ഥിരതാമസമാക്കാൻ അനുവദിക്കപ്പെട്ടില്ല. അന്നത്തെ കോൺഗ്രസ് സർക്കാർ അവരെ ദണ്ഡകാരണ്യയിലെ ക്യാമ്പുകളിലേക്ക് നിർബന്ധിതമായി മാറ്റുകയാണ് ചെയ്തത്. മധ്യ ഇന്ത്യയിലെ ഇന്നത്തെ ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ പ്രദേശത്തെ അന്ന് പൊതുവിൽ പറയുന്ന പേരായിരുന്നു ദണ്ഡകാരണ്യ. ഇപ്പോൾ ഡിറ്റൻഷൻ സെന്ററുകളെ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ പേരിൽ BJP തടങ്കൽ പാളയങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് വിമർശിക്കുന്ന CPM കോൺഗ്രസ് പാർട്ടികൾ അന്ന് ചെയ്തത് അതിദാരുണമായ കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ ഡിറ്റൻഷൻ സെന്ററുകളിൽ അവർക്ക് സുരക്ഷിതമായ താമസം, ഭക്ഷണം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അവിടെ ആ പാവങ്ങൾക്കായി നൽകിയത് വരണ്ടുണങ്ങിയ, കൃഷിയോഗ്യ പോലുമല്ലാത്ത മണ്ണും രോഗങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെയായിരുന്നു. അഭയാർത്ഥികൾ വിശന്നു മരിച്ചും കഴിഞ്ഞു. കാട്ടിലെ ജീവിതം ഒരു നരകമായിരുന്നു.
പാമ്പുകളും വന്യമൃഗങ്ങളും മലേറിയയും ഡയേറിയയും അവരെ ഒരുപോലെ വേട്ടയാടി. കുട്ടികൾ വിശന്നു കരഞ്ഞു, മുതിർന്നവർ പ്രതീക്ഷയില്ലാതെ ജീവിച്ചു. ഇടതുപക്ഷം ആദ്യകാലത്ത് പ്രതിപക്ഷത്തായിരുന്നു. അവർ കോൺഗ്രസിന്റെ മനുഷ്യത്വരഹിതമായ ഈ ദണ്ഡകാരുണ്യ നയത്തെ ശക്തമായി എതിർത്തു. CPM, RSP തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾ ക്യാമ്പുകളിലേക്ക് ഒഴുകിയെത്തി. അഭയാർത്ഥികളോട് വാഗ്ദാനങ്ങൾ ചെയ്തു. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നിങ്ങളെ ബംഗാളിലേക്ക് തിരിച്ചു കൊണ്ടുവരും. സുന്ദർബാൻസിലെ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമികളിൽ പുനരധിവസിപ്പിക്കും. രാം ചാറ്റർജി പോലുള്ള നേതാക്കൾ ക്യാമ്പുകളിൽ നിരന്തരമായി സന്ദർശിച്ചു. അവരെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ ബംഗാളികളാണ്, നിങ്ങളുടെ ഭൂമി ബംഗാളിലാണ് എന്നവർ തുടർച്ചയായി പറഞ്ഞു. ഈ വാഗ്ദാനങ്ങൾ അഭയാർത്ഥികളുടെ ഹൃദയത്തിൽ വലിയ പ്രതീക്ഷയുടെ നാളമായി ഉണർന്നൊരു തീയായി കത്താൻ തുടങ്ങി. അവരുടെ മാതൃഭാഷയും സംസ്കാരവും തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ പ്രതീക്ഷ. പക്ഷേ ഇത് ഇടതുപക്ഷത്തിന്റെ കുടിലമായ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഇടതുപക്ഷം അഭയാർത്ഥികളെ ഉപയോഗിച്ച് അവരുടെ വോട്ടുകൾ ഉറപ്പാക്കുകയായിരുന്നു. അധികാരത്തിലെത്താൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചത്. ഒടുവിൽ 977 ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലെത്തി. ജ്യോതി ബസു മുഖ്യമന്ത്രിയായി. അഭയാർത്ഥികൾ തങ്ങളുടെ ദുരിതപർവം അവസാനിച്ചുവെന്ന് ആഹ്ലാദിച്ചു. അവർ സന്തോഷത്തോടെ ബംഗാളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഏകദേശം 1.5 ലക്ഷം പേർ. സർക്കാർ തുടക്കത്തിൽ 2.5 ലക്ഷം ഏക്കർ ഭൂമി സുന്ദർബാൻസിൽ കണ്ടെത്തിയതായി അറിയിച്ചു. അവരെ പുനരധിവസിപ്പിക്കാൻ. അതായിരുന്നു മരിച്ചാപ്പി. ആ മരിച്ചാപ്പി ദ്വീപ് ഒരു ഉപേക്ഷിക്കപ്പെട്ട പ്രദേശമെങ്കിലും കണ്ടൽക്കാടുകൾ നിറഞ്ഞ ആ പ്രദേശം ഫലഭൂയിഷ്ടമായിരുന്നു. കൃഷി ചെയ്ത് പൊന്നു വിളയിക്കാൻ കഴിയുന്ന ഒരു വലിയ ഭൂമി. അഭയാർത്ഥികൾ അവിടേക്ക് കൂട്ടമായി എത്തി. മരിച്ചാപ്പി അവരുടെ പുതിയ വീടായി മാറി. അവർ ഉദ്യോഗത്തോടെ പ്രതീക്ഷയോടെ ബോട്ടുകളിൽ കയറി നദികളിലൂടെ യാത്ര ചെയ്തു. ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കുടുംബമായി ജീവിതത്തിലെ പുതിയ സ്വപ്നങ്ങളുമായി അവരെത്തി. പക്ഷേ ഈ യാത്രയുടെ അവസാനം അവരെ കാത്തിരിക്കുന്നത് ഒരു കൊടിയ വഞ്ചനയുടെ കരാള ഹസ്തങ്ങളായിരുന്നുവെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. ദ്വീപിലെത്തിയ ആ അഭയാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടൽക്കാടുകളെ വെട്ടിത്തെളിച്ചു, കുടിലുകൾ നിർമ്മിച്ചു, മീൻപിടുത്തം തുടങ്ങി, കുട്ടികൾക്ക് സ്കൂളുകൾ ഉണ്ടാക്കി, കൃഷി തുടങ്ങി, മീനുകൾ വളർത്തി, ഒരു ചെറിയ ഗ്രാമം തന്നെ പെട്ടെന്ന് വികസിപ്പിച്ചു. സ്ത്രീകൾ പാട്ടുപാടി ജോലി ചെയ്തു, കുട്ടികൾ ആഹ്ലാദത്തോടെ കളിച്ചുല്ലസിച്ചു. ഒരു പുതിയ ജീവിതത്തിന്റെ സന്തോഷം. പക്ഷേ അവരുടെ ആ സന്തോഷ ദിനങ്ങൾക്ക് മേൽ പെട്ടെന്ന് തന്നെ ഇരുണ്ട നിഴലുകൾ വീണു തുടങ്ങി. സർക്കാർ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവർ ബംഗാളിന്റെ ഭാരമാണ് എന്ന് ചില CPM നേതാക്കൾ പരസ്യമായി തന്നെ അഭിപ്രായങ്ങൾ പുറത്തു പറഞ്ഞു. അവർക്കെതിരെ ചില പ്രസ്താവനകൾ നടത്തി. ഇനി ഈ കഥയുടെ അടുത്ത ഘട്ടമാണ് ഇടതു സർക്കാരിന്റെ വഞ്ചന, വാഗ്ദാനത്തിന്റെ തകർച്ചയും രാഷ്ട്രീയത്തിന്റെ ക്രൂരതയും. അധികാരത്തിലെത്തിയതോടെ ഇടതു മുന്നണിയുടെ മനസ്സ് മാറി. അഭയാർത്ഥികളെ അവർ അനധികൃത കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥികൾ എന്ന് പറയുന്ന സമീപനം ഒന്നുമായിരുന്നില്ല ബംഗാളികളായ ഈ പാവങ്ങളോട് അന്നത്തെ CPMന്റെ സർക്കാർ സ്വീകരിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. സുന്ദർബാൻസ് റിസർവ് ഫോറസ്റ്റ് ആണെന്നും ബംഗാൾ കടുവകളെയും കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കണമെന്നും അതാണ് പാർട്ടി നയമെന്നും പാർട്ടി പറഞ്ഞു. എന്നാൽ യഥാർത്ഥ കാരണം പരിസ്ഥിതി സ്നേഹമൊന്നും ആയിരുന്നില്ല. അത് മറ്റൊരു രാഷ്ട്രീയമായിരുന്നു. ഈ ദലിത് അഭയാർത്ഥികൾ ഒരു വലിയ വോട്ട് ബാങ്കായി തങ്ങൾക്കെതിരെ വളരുമോ എന്ന ഭയം CPMനുണ്ടായിരുന്നു. ഇവർക്ക് ബംഗ്ലാദേശുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ആഗ്രഹം, കൂടാതെ ജാതി രാഷ്ട്രീയം. ജാതിയും മതവും ഇല്ല എന്ന് പരസ്യമായി പറയുമ്പോഴും ഉയർന്ന ജാതിയാധിപത്യമുള്ള ഇടതുപക്ഷ നേതൃത്വം നാമശൂദ്ര ദലിതരെ ഭയന്നിരുന്നു എന്നതാണ് സത്യം. അവരെ അപകടകാരികൾ എന്ന് ചിത്രീകരിച്ചു. പരിസ്ഥിതി നാശം എന്ന മറവിൽ അവരുടെ വളർച്ച ഇല്ലാതാക്കാൻ പാർട്ടിയിലെ ഉന്നത ജാതി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഇതൊരു വലിയ വഞ്ചനയാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അഭയാർത്ഥികളെ പിന്തുണച്ചിരുന്ന ഇടതുപക്ഷം പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ അവരെ ശത്രുക്കളാക്കി മുദ്രകുത്തി. ജ്യോതി ബസു മനുഷ്യത്വത്തിന്റെ മുഖമെന്ന് സ്വയം വിശേഷിപ്പിക്കാനുണ്ടെങ്കിലും ഈ ക്രൂരതയുടെ പിന്നിൽ അദ്ദേഹമായിരുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ. ഭരണം ലഭിച്ച് 1 വർഷം തികഞ്ഞപ്പോൾ 978ന്റെ അവസാനത്തോടെ സർക്കാർ ഈ അഭയാർത്ഥികളോടുള്ള മനോഭാവം കടുപ്പിക്കാൻ തുടങ്ങി. സർക്കാർ അഭയാർത്ഥികളെ സുന്ദർബാൻസിൽ നിന്നും തിരിച്ചയക്കാൻ ഉത്തരവിട്ടു. എന്നാൽ അതിനിടെ 1 വർഷം കൊണ്ട് തന്നെ വിയർപ്പ് ചോരയാക്കി ആ പാവങ്ങൾ അവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ സ്വയം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഭജന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ഇട്ടെറിഞ്ഞ് നാട് വിട്ട് പോരേണ്ടി വന്ന അവർക്ക് ഇനിയൊരു പലായനം ആലോചിക്കാൻ കൂടി ആവില്ലായിരുന്നു. അതും തങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത ഇടതു സർക്കാരിന്റെ വഞ്ചനയുടെ ഫലമായി. അവർ വിട്ടുകൊടുത്തില്ല. കുട്ടിയിറക്കാൻ വന്ന പോലീസുകാർക്കെതിരെയും പാർട്ടി ഗുണ്ടകൾക്കെതിരെയും ശക്തമായി എതിരിടാൻ തീരുമാനിച്ചു. തങ്ങളുടെ വീടുകളിൽ പോരാടി നിന്നു. ഉദ്യോഗം വർദ്ധിച്ചു. രാത്രികളിൽ ദ്വീപിലെ ജനങ്ങൾ ഭയത്തോടെ ഉറങ്ങാൻ പോലും ആവാതെ കഴിഞ്ഞു. പോലീസ് ബോട്ടുകളുടെ ശബ്ദം ഇടയ്ക്കിടെ അവർ കേട്ടു. സർക്കാരിന്റെയും പാർട്ടിയുടെയും കുടിയിറങ്ങാനുള്ള നിർദ്ദേശങ്ങളെ അവഗണിച്ച് കൂട്ടമായി എതിരിടാൻ ശ്രമങ്ങൾ തുടങ്ങിയതോടെ
അഭയാർത്ഥികൾക്കെതിരെ അവർ സമാന്തര സർക്കാർ നടത്തുന്നു, ആയുധങ്ങൾ കടത്തുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഉയർന്നുവെന്നു. എന്നാൽ ഇത് പൂർണ്ണമായും കളവായിരുന്നു. യഥാർത്ഥ വസ്തുത ഇടതുപക്ഷം ദളിതരെ അടിച്ചമർത്താൻ ജാതി വിവേചനം ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു. സർക്കാരിന്റെയും പാർട്ടിയുടെയും കുടിയിറങ്ങാനുള്ള നിർദ്ദേശങ്ങളെ അവഗണിച്ച് കൂട്ടമായി എതിരിടാൻ ശ്രമങ്ങൾ തുടങ്ങിയതോടെ അഭയാർത്ഥികൾക്കെതിരെ അവർ സമാന്തര സർക്കാർ നടത്തുന്നു, ആയുധങ്ങൾ കടത്തുന്നു എന്ന ആരോപണം സർക്കാർ ഉന്നയിച്ചു. എന്നാൽ ഇത് പൂർണ്ണമായും കളവായിരുന്നു. യഥാർത്ഥ വസ്തുത ഇടതുപക്ഷം ദളിതരെ അടിച്ചമർത്താൻ ജാതി വിവേചനം ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു. മാരിച്ചാബിയിലെ അഭയാർത്ഥികളായ നാമശൂദ്രരെ താഴ്ന്ന ജാതി എന്ന് കാണുകയും ഉയർന്ന ജാതി മുസ്ലിം വോട്ടുകൾ നഷ്ടമാകുമെന്ന് കരുതി ഹിന്ദു അഭയാർത്ഥികളെ ത്യജിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായതെന്ന് പിന്നീട് പല ഇടതു ചിന്തകർ പോലും അഭിപ്രായപ്പെട്ടു. ഇത് ഇടതുപക്ഷത്തിന്റെ ഹിപ്പോക്രസിയുടെ മുഖമാണ്. പാവപ്പെട്ടവരുടെയും പണിയെടുക്കുന്നവരുടെയും പാർട്ടി എന്ന് പറഞ്ഞ് അവരുടെ അധ്വാനവും സമ്പത്തും സ്വന്തമാക്കിയ ശേഷം അധികാരത്തിൽ തുടരാൻ മറ്റുള്ളവരെ പ്രീണിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ യാതൊരു കുറ്റബോധവുമില്ലാതെ അവരെ തള്ളുകയും ചെയ്യും. എന്നിട്ട് പാർട്ടിയാണ് പ്രാധാന്യം, പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രധാനം എന്നൊക്കെ സൈദ്ധാന്തികവൽക്കരിക്കുകയും ചെയ്യും. ഇനിയാണ് ഈ കഥയുടെ പ്രധാന ഘട്ടം. ഉപരോധവും ക്രൂരതകളും ഭീതിയുടെ ദിനങ്ങളായി നിന്നത്. 979 ജനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ ജ്യോതി ബസു സർക്കാർ മാരിച്ചാബിയിൽ പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചു. പിന്നാലെ 30 പോലീസ് ബോട്ടുകളും BSF സ്ലീമറുകളും ദ്വീപിനെ വളഞ്ഞു. ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എല്ലാം തടഞ്ഞു. ദ്വീപിലെ ജനങ്ങൾ വിശന്നു വലഞ്ഞു. രോഗങ്ങൾ പടർന്നു. പാർട്ടി ഗുണ്ടകൾ കുഴൽക്കിണറുകളിൽ വിഷം ചേർത്തു. ദാഹിച്ച് വെള്ളം കുടിക്കുന്നവർ വേദനയോടെ പിടഞ്ഞു മരിച്ചു. സ്ത്രീകളെ പോലീസുകാർ ആക്രമിച്ചു. കുടിലുകൾ തീവച്ചു. രാത്രികളിൽ ആ ദ്വീപിന്റെ ആകാശത്ത് വേദനയുടെയും അപമാനത്തിന്റെയും നിസ്സഹായതയുടെയും അലർച്ചകൾ നിറഞ്ഞു. അമ്മമാർ കുട്ടികളെ ചേർത്ത് പിടിച്ചു. പുരുഷന്മാർ ഭയത്തോടെ കാവൽ നിന്നു. അതിനിടയിൽ ഒരു യുവതി പോലീസിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരെ പിന്നാലെ ചെന്ന് ഓടിച്ചു പിടികൂടുന്ന ഭീതിദായകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഉപരോധം ദിവസങ്ങൾ നീണ്ടു. അഭയാർത്ഥികൾ ദ്വീപ് വിട്ട് ഭക്ഷണം തേടി അവരുടെ ചെറുബോട്ടുകളിൽ ഇറങ്ങി. പക്ഷേ പുറത്തേക്ക് വരുന്നവരെ പോലീസ് നിഷ്കരണം വെടിവെച്ചിട്ടു. വെടിയൊച്ചകൾ നദികളിൽ നിരന്തരം പ്രതിധ്വനിച്ചു. രക്തം വീണ് ആ നദിയിലെ വെള്ളം ചുവന്നു. കുട്ടികൾ വിശന്നു മരിച്ചു. വെടിയേറ്റ് മരിക്കുന്നവരുടെ ശരീരങ്ങൾ ആ നദിയിൽ ഒഴുകാൻ തുടങ്ങി. മുതലകളും കടുവകളും അവയെ ഭക്ഷിച്ചു. ഇടതുപക്ഷം ഈ ക്രൂരതയെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. സുന്ദർബാൻസിലെ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്ന പരിസ്ഥിതി നാശകരായ നാമശൂദ്ര അഭയാർത്ഥികളെ സർക്കാർ ഒഴിപ്പിച്ചിരുന്നു. ഇതായിരുന്നു ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ അത് മനുഷ്യത്വത്തിന്റെ നാശമായിരുന്നു. ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും ഈ കൂട്ടക്കൊലയുടെ ഉത്തരവാദികളായി മാറി. അവർക്ക് പുറമെ CPM എന്ന പാർട്ടിയുടെ അവരുടെ ഗുണ്ട സെറ്റപ്പുകളും. ജനുവരി 31 ഇതിലെ ഏറ്റവും ഭീകരമായ ദിവസം. പോലീസ് ടിയർ ഗ്യാസ്, ബുള്ളറ്റുകൾ എന്നിവ പ്രയോഗിച്ചു. വലിയ ആക്രമണങ്ങൾ നടത്തി. ദ്വീപിലെ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ വെടിയുണ്ടകൾ അവരുടെ ദേഹത്ത് തുളച്ചു കയറി. സ്ത്രീകൾ കരഞ്ഞു നിലവിളിച്ചു. കുട്ടികൾ അലറി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പോലെ നിരായുധരായ ഒരു കൂട്ടം ജനതയ്ക്ക് മേൽ സർക്കാരിന്റെ സേന വെടിക്കോപ്പുകളുമായി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. പോലീസിനൊപ്പം ഇടതുപക്ഷ കേഡർമാരും ആ ആക്രമണത്തിന്റെ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ ക്രൂരമായി ആക്രമിച്ചു. കുടിലുകൾ കത്തിച്ചു. ആളുകളെ തല്ലിച്ചതച്ചു. മരണത്തിന്റെ തേങ്ങലുകൾ മാത്രമായി മാരിച്ചാബിയിൽ എങ്ങും. വിശപ്പിനാൽ, രോഗത്താൽ, വെടിയേറ്റ് അങ്ങനെയുള്ള തേങ്ങലുകൾ മാത്രം. ഔദ്യോഗികമായി 10ൽ താഴെ മരണമെന്ന് പറഞ്ഞൊഴിയാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ദൃക്സാക്ഷികളും നിഷ്പക്ഷ മാധ്യമങ്ങളും പറയുന്നത് 4000 മുതൽ 10000 വരെ എന്നാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഇടതുപക്ഷം ഈ മനുഷ്യാവകാശ ലംഘനത്തെ മറച്ചു വെക്കാനാണ് ശ്രമിച്ചത്. ഇന്നത്തെ പോലെ ഇന്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളും ഒന്നും തന്നെ അന്നില്ലല്ലോ. പത്രമാധ്യമങ്ങളെ സർക്കാർ കർശനമായി ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതെന്നും നിയന്ത്രിച്ചു. എതിർത്ത പ്രതിപക്ഷത്തെ അടിച്ചമർത്തി. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല മാരിച്ചാബിയിലെ ആ പാവങ്ങളുടെ ശരീരത്തോടൊപ്പം ഒരു തെളിവ് പോലുമില്ലാതെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലും തമസ്കരിക്കപ്പെട്ടു. ഇതാണ് ആ മാരിച്ചാബിയുടെ കഥ. ഇനി ഈ കഥയുടെ അവസാന ഘട്ടമാണ് അന്ത്യഘട്ടം. മറച്ചുവെക്കപ്പെട്ട സത്യവും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തവും. സർക്കാർ പറഞ്ഞത് 979 മെയ് മാസത്തോടെ ദ്വീപ് ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. കൊല്ലപ്പെടാതെ അവശേഷിച്ചവരെ അവിടെ നിന്നും നിർബന്ധിതമായി തിരിച്ചയച്ചു. മരിച്ചവരുടെ ശരീരങ്ങൾ നദിയിൽ ഒഴുക്കി. സർക്കാർ അപ്പോഴും പറഞ്ഞത് പരിസ്ഥിതി സംരക്ഷണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതൊരു മറ മാത്രമാണ്. ജാതി രാഷ്ട്രീയവും രാഷ്ട്രീയ ലാഭവും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ദളിതരെ അപകടകാരികൾ എന്ന് ചിത്രീകരിച്ചു. സംഘടിത ന്യൂനപക്ഷമായ മുസ്ലിം വോട്ടുകൾ നിലനിർത്താനാണ് അന്ന് CPM ശ്രമിച്ചത്. കാരണം ഈ വോട്ടുകളാണ് അവരെ അധികാരത്തിൽ തുടരാൻ എക്കാലവും സഹായിക്കുക എന്ന് പാർട്ടി ആ നിമിഷം മുതൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. യഥാർത്ഥ മുഖമാണ് സമത്വം പറയുന്നവർ യഥാർത്ഥ അസമത്വം സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സംഭവം ദശകങ്ങളോളം മറച്ചു വെക്കപ്പെട്ടു. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഇത് മായ്ച്ചു. മീഡിയയെ നിശബ്ദമാക്കി. എന്നാൽ ചരിത്രത്തെ എല്ലാ കാലത്തും ഇങ്ങനെ മൂടി വെക്കാനാവില്ലല്ലോ.
1999 കനേഡിയൻ ചരിത്ര ഗവേഷകനായ റോസ് മാലിക്കാണ് ഈ സംഭവത്തെക്കുറിച്ച് ആദ്യമായി ലോകത്തെ അറിയിക്കുന്നത്. മാലിക് സുന്ദർബാൻ സന്ദർശിച്ച ശേഷം ഉദ്യോഗസ്ഥരുമായും ദൃക്സാക്ഷികളുമായും സംസാരിക്കുകയുണ്ടായി. ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകളെ രേഖകൾ സഹിതം ശേഖരിക്കുകയും ചെയ്തു. അതിനുശേഷം 1999 റെഫ്യൂജി റെസ്റ്റൽമെന്റ് ഇൻ ഫോറസ്റ്റ് റിസർവേഴ്സ്, വെസ്റ്റ് ബംഗാൾ പോളിസി, റിവേഴ്സൽ ആൻഡ് ദ മാരിച്ചാപ്പി മസ്കേർ എന്ന ലേഖനം ജേർണൽ ഓഫ് ഏഷ്യൻ സ്റ്റഡീസിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് സുന്ദർബാൻസിലെ മാരിച്ചാപ്പി ദ്വീപിലെ അഭയാർത്ഥികളുടെ പുനരധിവാസത്തെക്കുറിച്ചും 1979 മാരകമായ കൂട്ടക്കൊലയെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുന്ന ആദ്യത്തെ പബ്ലിഷ്ഡ് ആർട്ടിക്കിൾ. ഈ സംഭവം സർക്കാർ മറച്ചുവെച്ചിരുന്നതായും അഭയാർത്ഥികളുടെ മരണം പോലീസ് വെടിവെപ്പ്, വിശപ്പ്, രോഗങ്ങൾ എന്നിവയാൽ സംഭവിച്ചതാണെന്നും രേഖകളും ചിത്രങ്ങളും സഹിതം മാലിക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും പല അക്കാദമിക് പഠനങ്ങൾക്കും അടിസ്ഥാനമാവുകയും ചെയ്തു പിന്നീട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അപ്പോഴും അധികാരത്തിലുണ്ടായിരുന്ന CPM അതിൽ തങ്ങളുടെ അധികാരവും സ്വാധീനവും വെച്ച് ഈ വസ്തുതകളെ നുണപ്രചാരണം എന്ന് പറഞ്ഞ് തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് CPM-ന്റെ അധികാരം നഷ്ടപ്പെടും വരെ ഈ സംഭവത്തെക്കുറിച്ച് യാതൊരുവിധ ചർച്ചകളോ പുസ്തകങ്ങളോ പോലും വരാൻ അവർ അനുവദിച്ചിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായി തുടങ്ങിയ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലാണ് പിന്നീട് ഈ വിഷയം കൂടുതൽ ചർച്ചയായത്. അതിനിടെ നന്ദിഗ്രാം, സിംഗൂർ പോലുള്ള സംഭവങ്ങൾ നടന്നതോടെ CPM ഇത്തരം മനുഷ്യക്കുരുതികൾക്ക് യാതൊരു മടിയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന ചർച്ചകളും സജീവമായി ഉയർന്നിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ മാരിച്ചാപ്പിയെ കുറിച്ച് വന്ന ആധികാരികമായ ഒരു പുസ്തകം ഇന്ത്യ ടുഡേ പത്രപ്രവർത്തകനായിട്ടുള്ള ദീപ് ഹാൽദർ എഴുതി ഹാർപ്പർ കോളിൻസ് 2019 പ്രസിദ്ധീകരിച്ച ബ്ലഡ് ഐസ്ലാൻഡ് ഓർ ഓറൽ ഹിസ്റ്ററി ഓഫ് ദ മാരിച്ചാപ്പി മെസ്കേർ എന്ന ഗ്രന്ഥമാണ്. ഈ പുസ്തകം സർവൈവർമാർ, പഴയ റിപ്പോർട്ടർമാർ, ഉദ്യോഗസ്ഥർ, ആക്ടിവിസ്റ്റുകൾ എന്നിവരുമായുള്ള ഇന്റർവ്യൂകളെ അടിസ്ഥാനമാക്കിയുള്ള മാരിച്ചാപ്പി സംഭവത്തിന്റെ ഓറൽ ഹിസ്റ്ററിയാണ്. 1978 1.5 ലക്ഷം ദളിത് ഹിന്ദു അഭയാർത്ഥികൾ മാരിച്ചാപ്പിയിൽ സെറ്റിൽ ചെയ്തതും 1979 ഇടതുപക്ഷ സർക്കാർ അവരെ ബലപ്രയോഗത്തോടെ ഒഴിപ്പിച്ചതും എന്നാൽ ഇതിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. മരണസംഖ്യ 10,000 വരെ എന്ന് സർവേയർമാർ പറയുന്നതായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പുസ്തകം സംസ്ഥാനം നേരിട്ട് നടത്തിയ ക്രൂരതയും മനുഷ്യാവകാശ ലംഘനങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്നതായിരുന്നു. മാരിച്ചാപ്പി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരേ സമയം വാഗ്ദാനങ്ങളുടെ വഞ്ചനയും മനുഷ്യത്വത്തിന്റെ തകർച്ചയും ഇടതുപക്ഷം അവർ മാത്രമാണ് ഈ ക്രൂരതയ്ക്ക് ഉത്തരവാദികളായത്. അവരുടെ മനുഷ്യത്വം ഒരു മിഥ്യ മാത്രമാണ്. സുന്ദർബാൻസിന്റെ തീരങ്ങളിൽ കോടിക്കണക്കിന് തിരമാലകൾ അടിച്ചു കയറുകയിട്ടും ഇപ്പോഴും ആ രക്തക്കറകൾ മായാതെ കിടക്കുന്നുണ്ട് അവിടെ. ഇതൊരു മുന്നറിയിപ്പാണ്. ഈ ഭീതിദായക കഥ തൊഴിലാളി സ്നേഹവും മനുഷ്യത്വവും പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ യഥാർത്ഥ ക്രൂരതയും സ്വേച്ഛാധിപത്യ പ്രവണതയും ഭയരാഹിത്യവും ഒക്കെ നമുക്ക് മുന്നിൽ വരച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ഈ ആധുനിക കാലത്തും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും അത് മറച്ചു വെക്കുകയും ചെയ്യുക എന്നത് നമുക്ക് ചിന്തിക്കാനാവുമോ എന്നത് തന്നെയാണ്. CPM-ന് അത് കഴിഞ്ഞു എന്നത് നമ്മെ എല്ലാവരെയും ഭയപ്പെടുത്തേണ്ടതാണ്. ആ മായ്ക്കപ്പെട്ട ചരിത്രം ഇനിയെങ്കിലും നാം അറിയണം, പഠിക്കണം. മാരിച്ചാപ്പിയിൽ പിടഞ്ഞു വീണ ആ പാവങ്ങൾ അത്രയെങ്കിലും ഓർമ്മകൾ അർഹിക്കുന്നുണ്ട്.